ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ എന്ന് വറുത്തെടുക്കാം. ഞാൻ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനിടയുണ്ട്. തേങ്ങ ഞാൻ അധികം എടുത്തിട്ടില്ല. ഉള്ളി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചുള്ള തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ വറുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. ഈ തേങ്ങയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാമേ. ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടാണ് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, ഈ പൊടികളുടെയൊക്കെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഈ തേങ്ങ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. കുറച്ച് പുളി എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയുണ്ടല്ലോ. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാമേ. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാമേ. തേങ്ങ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ഞാൻ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കാം. എടുത്ത് വയ്ക്കുന്ന ചെറിയുള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാമേ. ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരച്ച് വെച്ച തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഉപ്പ് കുറവാൻ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാമേ. അടച്ചു വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വറ്റിയിട്ടില്ല കേട്ടോ, കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. കറിയെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് മതിയെ. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. കറി ഇതിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉള്ളിത്തീയൽ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.